അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സെയ്ദിൽ ബി ചർക്കോശിയാണ്. പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ്. എന്നാൽ പാലക്കാട് ജില്ലയുടെ ബോർഡറിലായിട്ടാണ്. ചെറുതുരുത്തിയാണ്, മേച്ചിരി കുന്നാണ്. ഇവിടെ നമുക്ക് എൻ്റെ പുറകിൽ കാണുന്ന ഈ വീട് അടിച്ചാപ്പുളി വീട്, 2 നില 1600 സ്ക്വയർ ഫീറ്റ് വീട്, മെയിൻ ബസ് റൂട്ടിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറുതുരുത്തിയിൽ നിന്ന് ചേലക്കരക്ക് പോകുമ്പോൾ ആ റോഡ് സൈഡിലാണ്. ആ റോഡ് സൈഡിൽ എന്ന് പറഞ്ഞാൽ ചെറുതുരുത്തിയിൽ നിന്ന് വളരെ ദൂരം കമ്മിയാണ്. തൊട്ടടുത്ത് ഒരു 1.5 കിലോമീറ്റർ മാത്രമാണ് ചെറുതുരുത്തി പാലത്തിനടുക്കുള്ള ദൂരം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് 2.5 കിലോമീറ്ററാണ് ദൂരം. ഷൊർണൂർ ബസ് സ്റ്റാൻഡിലേക്ക് 3 കിലോമീറ്ററാണ് ദൂരം. 1600 സ്ക്വയർ ഫീറ്റ് വീടും ഈ സ്ഥലവും ഇവിടെ ആകെ വില പറയുന്നത് ഈ ബസ് റൂട്ടിൽ ഫാസ്റ്റിൽ തന്നെ വില പറയണം. വെറും 36 ലക്ഷം രൂപയ്ക്ക് തരാം. വെറും 36 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വീട് വാങ്ങിക്കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ടിൽ 1-2 കട റൂം നിങ്ങൾക്ക് പണിയാവുന്ന സൗകര്യമുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് അത് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കാണും. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഷൊർണൂരിൽ നിന്ന് വരുന്ന റോഡാണിത് കേട്ടോ. ഈ ബസ് റൂട്ട് ഇത് നമ്മുടെ ചേലക്കരക്ക്, പഴയന്നൂർക്ക്, തിരുവില്ലാമലയ്ക്ക് ഒക്കെ പോകുന്ന റൂട്ടാണ്. അപ്പൊ നമുക്ക് ഇത് എവിടേക്കുള്ളതാണ്? ഷൊർണൂര്, തൊഴുപ്പാടം, പൈങ്കുളം. അപ്പൊ ഇത് പൈങ്കുളം റോഡാണ്. അതുപോലെ തന്നെ നമുക്കിത് അങ്ങനെ കാണാം കേട്ടോ. ഇവിടെ ഗാന്ധി ഭവൻ ഉണ്ട്. അങ്ങനെ നല്ല ഏരിയയാണ്. അതുപോലെ തന്നെ ചെറിയൊരു സെറ്റ് ഇതിന്റെ അപ്പുറത്തുണ്ട്, ഈ വീടിന്റെ തൊട്ടപ്പുറത്ത്. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കാണണം, ഇവിടെ ഒരുപാട് കാണാനുണ്ട് കേട്ടോ. കേട്ടോ, നല്ല നല്ല സ്ഥലം. ഇവിടെ സ്ഥലത്തിന് തന്നെ നല്ല വിലയാണ്. റോഡ് സൈഡ് ബസ് റൂട്ടിൽ, പ്രത്യേകിച്ച് നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത്, ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് 2.5 കിലോമീറ്റർ ദൂരം, ഷൊർണൂർ ബസ് സ്റ്റാൻഡിലേക്ക് 3 കിലോമീറ്റർ ദൂരം, അങ്ങനെ എല്ലാം സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഈ വീടാണ് കൊടുക്കാനുള്ളത്. ചിലപ്പോൾ 2 കട റൂമോ എന്തെങ്കിലുമൊക്കെ പണിയാ. അപ്പൊ നല്ല സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. കറക്റ്റായിട്ട് സ്പേസ് പറഞ്ഞു തരുന്ന എന്തിനാണ്, ഞങ്ങൾ നേരിട്ടുണ്ട് പോന്നോളി. അപ്പൊ ഇൻഷാ അല്ലാഹ് അതാണ്ടോ ഇവിടെയൊക്കെ നമുക്ക് കാണാം. ഇവിടെയൊക്കെ ബിൽഡിംഗ് ആണ് കേട്ടോ. KA സ്റ്റോർ ആർക്കും അന്വേഷിച്ച് വരാം. കാരണം KA സ്റ്റോർ അന്വേഷിച്ചിട്ട് വരിക കേട്ടോ. ഏറോമാർക്ക് തരുന്നതിനാണ്. ഞങ്ങൾ നേരിട്ട് വന്നോളി. നമുക്കൊരു 1% കമ്മീഷൻ കേട്ടോ, 1%. അതായത് ഷൊർണൂർ നിങ്ങൾ പോരുമ്പോൾ ആ റെയിൽവേ ഗേറ്റ് കഴിഞ്ഞ വഴിക്ക്, റെയിൽവേന്റെ ഗേറ്റ് കഴിഞ്ഞ വഴിക്ക് ഒരു കയറ്റം കാണാം. കയറ്റത്തിലാണ് നമ്മുടെ വീട്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് പോയിട്ട് കാണുക. അതല്ലേ ഇവിടെ ഷീറ്റ് ഇട്ടുകൊണ്ടാണ് ഇത് ഫുള്ളായിട്ട് കൂടുതൽ കാണാത്തത്. അല്ലേ ഹബീബിങ്ങൾ കാണണം. അപ്പൊ നമുക്ക് ഈ വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. വീടിന്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളത് നോക്കത്തിൽ ഓപ്പൺ കിണർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വെള്ള സൗകര്യം ഉണ്ട്. ഫ്രണ്ട് ഷീറ്റ് ഇട്ടിട്ട് ഈ 2 കട റൂം പണിയുള്ള സ്ഥലം, ഇവിടെ സ്പേസ് ഉണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ ഫസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് വെള്ളത്തിന്റെ കണക്ഷൻ കാണണ്ട. പഞ്ചായത്തിന്റെ കണക്ഷൻ ഉണ്ട് ഇവിടെ കേട്ടോ. വെള്ള കണക്ഷത്തിന്റെ വെച്ചിട്ടുണ്ട്. അതിന്റെ പുറമെ കിണറുണ്ട്. അപ്പൊ ഇതുവരെയാണ് നമ്മുടെ അതിരി. അതുപോലെ തന്നെ ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഇവിടെ മേലെ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. വാഹനങ്ങൾ 3 വാഹനങ്ങൾ നിർത്താൻ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. അതിന്റെ പുറമെ നമുക്ക് 1-2 കട റൂം വേണമെങ്കിൽ ഇവിടെ ചെയ്യാം കേട്ടോ. സ്വന്തമായിട്ടൊരു ബിസിനസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് മുറ്റത്ത് 2 കട റൂം പണിയാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. ഒരു കട റൂം ഈ ഭാഗത്തും ഒരു കട റൂം ആ ഭാഗത്തും പണിത് കഴിഞ്ഞാൽ സെന്ററിൽ കൂടെ വഴി വിട്ട് കഴിഞ്ഞാൽ നല്ല സൗകര്യവും. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബികളെ കാണണം. നമുക്ക് ആദ്യം പരിസരമൊക്കെ ഒന്ന് കാണാം. എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതുവരെയാണ് നമ്മുടെ അതിർത്തി കേട്ടോ. ഇതുവരെ ഇതാണ് അതിന്റെ പോയിന്റ്. അപ്പൊ ഇതുവരെയാണ് നമുക്ക് ഇതിന്റെ അതിർത്തികൾ വരുന്നത്. ഇവിടുന്ന് ഇങ്ങനെ നേരെ ബാക്കിലേക്ക് കേട്ടോ. ഇതിങ്ങനെ ബാക്കിലേക്കാണ് സ്ഥലം. ബാക്കിലേക്ക് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ബാക്കിലാണ് കിണറ് കാര്യങ്ങളൊക്കെ. പ്രിയപ്പെട്ട ഹബീബികളെ തൊട്ട വീടുകൾ കേട്ടോ. ബാക്കിലൊക്കെ ദുരിദുര വീടുകൾ, എല്ലാ സൗകര്യമുണ്ട്. ഇവിടെയൊക്കെ കട്ടയൊക്കെ വിരിച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ കട്ടയൊക്കെ വിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കിണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്ക്വയർ ആയിട്ടുള്ള ഓപ്പൺ കിണർ, നല്ല വെള്ള സൗകര്യം, യഥേഷ്ടം വെള്ളമുണ്ട് കേട്ടോ. ഈ വേനൽക്കാലത്ത് ഇപ്പൊ ഇതിൽ വെള്ളം നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തെങ്ങ് ഇതില് 2 തെങ്ങ് കാണാണ്ട് കേട്ടോ. 2 തെങ്ങ് കാണാണ്ട് നല്ല കായ്ഫലമുള്ള തെങ്ങാണ്. അപ്പൊ അത്യാവശ്യം ഒരു വീട്ടിലേക്കുള്ള തെങ്ങായി. ഇതുവരെ ഇവിടെ അലക്കുകല്ല് സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാ വിഭാഗത്തിലും താമസിക്കും. കാരണം തൊട്ട വീടുകളൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാ സൗകര്യം ഉണ്ട്, ഒന്നും കുറവില്ല. ഇതാണ് ബാക്ക് സൈഡ് കേട്ടോ. വീടിന്റെ ബാക്ക് സൈഡാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് ഒന്ന് പ്രവേശിക്കാം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബികളത്തിൽ ആകെ 4 ബെഡ്റൂം. 4 ബെഡ്റൂമിൽ 2 അറ്റാച്ച് ആണ്. അതിന്റെ ഓർമ്മ 2 ഹാള്, ഡൈനിങ് ഹാള്, സിറ്റിംഗ് ഹാള് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് കാണാം. ഇവിടെ കടന്നു കഴിഞ്ഞാൽ തന്നെ നല്ല ഗ്രില്ലൊക്കെ വെച്ചിട്ടാണ്. ഇവിടെ നല്ലൊരു സ്പേസ് ഉണ്ട്. അതായത് നല്ലൊരു ഇതാണ്. നിങ്ങൾ ചോദിക്കും ചിലപ്പോൾ ഇവിടെ പാത്രങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാന്നുള്ളത്. ഇതൊക്കെ ഒരു പന്തൽ വർക്ക, ഒരു കാറ്ററിംഗ് സർവീസുകാരുടെ വീടാണ്. കാറ്ററിംഗ് സർവീസുകാർ. അപ്പൊ ഇവർക്ക് വലിയൊരു സൗകര്യത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്
ഒരു കൂടുതൽ സ്ഥലത്തൊക്കെ കാറ്ററിംഗ് നടത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവിടുന്ന് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ചിലർ വിൽക്കും എന്താ കാരണം, അപ്പൊ ഒരു കാരണമാണത്. അപ്പൊ ഇൻഷാ അല്ലാ നമുക്ക് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ നല്ല ടൈൽസ് ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് വീടിന്റെ ഇതാ അല്ലേ. ഇവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ. കാറ്ററിംഗ് സാധനങ്ങൾ വെച്ചതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഫുള്ളായിട്ട് കാണാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല, എങ്കിലും എന്റെ പരമാവധി ഞാൻ കഴിവിന്റെ പരമാവധി കാണിച്ചു തരും. അതുപോലെ തന്നെ ഫ്രണ്ട് ഡോറ് എന്താ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ഡോർ തന്നെയാണ്, നല്ല സൗകര്യത്തോട് കൂടിയുള്ള ഡോർ തന്നെയാണ്. ഇത് വലിയൊരു സിറ്റിംഗ് ഹാളിലേക്കാണ് നമ്മൾ കിടക്കുന്നത്, ചെറുതല്ല. നല്ല വലിയൊരു സിറ്റിംഗ് ഹാൾ ഉണ്ടോ. ഈ ഭാഗത്ത് കൂടെ നോക്കണം നിങ്ങൾ, സിറ്റിംഗ് ഹാൾ എത്ര വലിപ്പമുണ്ട് നോക്കണം ഉണ്ടോ. അത്യാവശ്യം നല്ല സൗകര്യം, 2 സോഫ സെറ്റ് ഇട്ട് പിന്നെയും സ്ഥലം ബാക്കിയാണ്. വളരെ വാഷ് സ്പേസ് ഉണ്ട് പോകേണ്ടേ. അഭിമുഖങ്ങളെ കാണണം, നല്ല ഭംഗിയുള്ള ആ മുകളൊക്കെ കാണിച്ചു കൊടുത്താൽ, നല്ല റൗണ്ട് ചെയ്തൊന്ന് കാണിച്ചു കൊടുത്താൽ, വീടിന്റെ മുകൾ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ, അവിടെ നല്ല അടിപൊളി ബെഡ്റൂമും എല്ലാ സൗകര്യമുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാ നമുക്ക് ആദ്യമായിട്ട് ഒരു ബെഡ്റൂമിൽ കിടക്കാം. ഇത് ഇവിടെ ഒരു ബെഡ്റൂം അടിപൊളി, ഇങ്ങോട്ട് വരും, ഇവിടെ കാണിച്ചു കൊടുത്താൽ ഒരു ബെഡ്റൂം അത്യാവശ്യം നല്ല കട്ടിലൊക്കെ ഇട്ട് അപ്പുറത്തെ ഒരു സെറ്റ് കിട്ടതിന് ശേഷം, ദീപാരെ കെട്ടതിന് ശേഷം വീണ്ടും ഇവിടെ ഒരു അലമാരൊക്കെ വെച്ചിട്ട് പിന്നെ സ്പേസ് ഒരുപാട് ബാക്കിയാണ്. അപ്പൊ ഇതൊക്കെ വലിയ വലിയ റൂമുകളാണ്. അതുപോലെ തന്നെ ഇതാ നമുക്ക് അലമാര കൂടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ. പ്രിയപ്പെട്ട ഹബീബികൾ കാണണങ്ങൾ മനസ്സിലായി. ഇനി അങ്ങനെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഒരു ബെഡ്റൂം കാണാം. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഒരു ബെഡ്റൂം, ആദ്യത്തെ ബെഡ്റൂം നിങ്ങൾ കാണൽ കഴിഞ്ഞു. അപ്പൊ ഇനി ഇവിടെ കർട്ടൻ ഇട്ടിരിക്കുകയായിരുന്നു, ഈ കർട്ടൻ അങ്ങ് മാറ്റിയിട്ട് നമ്മൾ ഇവിടെ ആർച്ചൊക്കെ ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ രണ്ടാമത്തെ ഒരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൽ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂമാണ് കേട്ടോ. ഇവിടെയും വലിയൊരു കട്ടിലാണ്, 2 ഡബിൾ കട്ടിലിട്ടിരിക്കുന്നത് എന്തോ. കട്ടില കെട്ടതിന് ശേഷം അലമാരയൊക്കെ വെച്ചതിന് ശേഷം ഉള്ള സ്പേസ് ആണത്. അപ്പൊ അത്യാവശ്യം നല്ല സൗകര്യമാണ്. ഇവിടെ യൂറോപ്യൻ ക്ലോസറ്റ് ആണ് വെച്ചിരിക്കുന്നത് ബാത്റൂമിൽ. അപ്പൊ എല്ലാ ഹബീബിയങ്ങൾക്കും കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും സൗകര്യത്തിൽ കാണിച്ചു തരുന്നത് കേട്ടോ. ഇത് വിക്കൽ അർജന്റ് ആണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബികൾ വില കമ്മിയാക്കിയിട്ട് അതുകൊണ്ടാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് താഴത്ത് ഒരേ പോക്കിൽ നമുക്ക് കിച്ചൺ കാണാം. ഇതുണ്ടോ കിച്ചന്റെ സ്പേസ്. കാരണം അല്ലെങ്കിൽ കിച്ചൺ കാണിച്ചു തരാൻ അല്പം മറക്കേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലോ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് 1-2 പ്രാവശ്യം. മേലെ കിച്ചണിൽ കബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്, വാഷ് ബേസ് ഉണ്ട്, നല്ല ടൈൽസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, സാധാ അടുപ്പ് കൂടെ ഉണ്ട്. അതിന്റെ പുറമെ കണ്ട കബോർഡ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെയാണ്. ചായത്തും ചേർന്ന് മേലെ എല്ലാ ഭാഗത്തും ഉണ്ട്. അപ്പൊ എന്റെ ഹബീബികൾ കാണണം ഈ ഏരിയ കേട്ടോ. അപ്പൊ പ്രിയപ്പെട്ട ഹബീബികൾ ഇനി ഇവിടുന്ന് പോന്നു കഴിഞ്ഞാലേ ഇവിടെ പോന്നു കഴിഞ്ഞാല് ഇവിടെ ഒരു ബാത്റൂം ഉണ്ട് കോമൺ ആയിട്ട് കേട്ടോ. ഈ അടുക്കളയുടെ ഈ ഭാഗത്ത് ഈ സൈഡിലായിട്ട് കോമൺ ആയിട്ടൊരു ബാത്റൂം ഉണ്ട്. അതിന്റെ പുറമെ നമുക്ക് ഇവിടെയാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സൗകര്യം. മറ്റുള്ള അതായത് വർക്ക് ഏരിയ എന്ന് പറയും, ഈ വർക്ക് ഏരിയയാണ്. ഇതിലാണ് വാഷ് മെഷീൻ കാര്യങ്ങളൊക്കെ വെച്ചിരുന്നത്. മാത്രമല്ല ഇതിൽ വേറെ സാധനം കൂടി നമ്മൾ വെച്ചിട്ടുണ്ട്, എവിടെയും വെക്കാത്ത മുതൽ. അറിയങ്ങള് എന്താണെന്നറിയോ, ഈ തെങ്ങ് എവിടെയാണ് കേട്ടോ. അപ്പൊ തെങ്ങ് കളയണ്ട വിചാരിച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബികൾ അത് ഓട്ടുവരല്ലോ, അതുകൊണ്ട് തേങ്ങ വീണാലും കുഴപ്പമില്ല, സൗകര്യങ്ങളല്ലേ. ഇനി പുറത്തേക്കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ടാങ്കും അതേമാതിരി കിണറും കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടതന്നെ അല്ലേ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബികളെ നമ്മൾ താഴെ നിന്ന് നമുക്ക് മേലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 2 റൂമുണ്ട്. അതേമാതിരി ഓപ്പൺ ടെറസ് ഉണ്ട്. പക്ഷെ 2 റൂം എന്തായാലും കാണിച്ചു തരാം. കാരണം എന്താ സമയം വഴിയുണ്ടല്ലോ വിചാരിച്ചിട്ടാ. അതിൽ ഒന്ന് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ്. അങ്ങനെ വന്ന് ചെയ്ത് കാണിച്ചു കൊടുത്തേ. നല്ല പ്രകൃതി ഭംഗിയുള്ള നാട്ടിലാണ് കേട്ടാ. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്, വെറും 2.5 കിലോമീറ്റർ ആണ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനാണ്, അല്ലാതെ സാധാ റെയിൽവേ സ്റ്റേഷനല്ല. എല്ലാ ട്രെയിനുകളും നിർത്തുന്ന സ്ഥലമാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ റൂം ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു റൂമുണ്ട്. പക്ഷെ അതിൽ അറ്റാച്ച് ബാത്റൂം ഇല്ല. നേരെ മറിച്ച് ഈ ഭാഗത്തൊരു റൂമുണ്ട്, ഇതിൽ അറ്റാച്ചും ഉണ്ട്. ആ റൂം കാണിച്ചു കൊടുക്കുക, ആ റൂം കാണിച്ചു കൊടുത്താ ഈ റൂം കാണിച്ചു കൊടുക്കുക. ഹബീബികൾ കാണിച്ചു കൊടുക്ക്. ഇവിടെ കട്ടില് അലമാരയൊക്കെ ഉണ്ട്, സ്പേസ് ബാക്കിയാണ്. ഒരു ബാത്റൂമും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്, അതും യൂറോപ്യൻ ക്ലോസറ്റ് തന്നെയാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, അല്ല ഹബീബിങ്ങളോട് ഒറ്റ കാര്യം പറയുന്നത്. കാരണം എന്താ അറിയോ, ഇത് നമുക്ക് സൗകര്യങ്ങൾ കൂടുതലുള്ള ഒരു ഏരിയയിലാണ്. അപ്പൊ ഈ ഭാഗമൊക്കെ നിങ്ങൾ കാണൽ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കൊന്നും കാണാനില്ല, ഇനി ഓപ്പൺ ടെറസ് ആണ്. പക്ഷെ അതൊക്കെ കാണിച്ചപ്പോൾ നേരം വഴുകും. അപ്പൊ അതുകൊണ്ട് നമുക്കുള്ള കാര്യങ്ങൾ ചുരുക്കിയിട്ട് പെട്ടെന്ന് നിങ്ങൾ കണ്ട് പറഞ്ഞുതരാം. ഓക്കെ.
അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, നിങ്ങൾ ഈ വീട് കണ്ടു, വീടിന്റെ പരിസരം കണ്ടു, എല്ലാം കണ്ടു അല്ലേ? ഇത് എവിടെയാന്ന് ചോദിച്ചാൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ്, ചെറുതുരുത്തിയാണ്. ചെറുതുരുത്തി നിന്ന് പയങ്കുളം പോകുന്ന റോഡില് ചെറുതുരുത്തി സെൻട്രലിൽ നിന്ന് നമുക്കൊരു 1.5 കിലോമീറ്റർ ആണ് ദൂരം. അതുപോലെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ 2.5 കിലോമീറ്റർ ആണ്. ഷൊർണൂർ ബസ് സ്റ്റാൻഡിൽ 3 കിലോമീറ്റർ ആണ്. അപ്പൊ എല്ലാ സൗകര്യമുള്ള കലാമണ്ഡലം കേട്ടോ, ചെറുതുരുത്തി കലാമണ്ഡലം ഒക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പൊ അതൊക്കെ ഉള്ള ഒരു നാടാണ്. മാത്രമല്ല ഈ വീടിന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന KS സ്റ്റോർ റേഷൻ കടയാണ്, കേട്ടില്ലേ ഹബീബിങ്ങള്? അപ്പൊ ഏത് സമയത്തും വാഹനം കിട്ടുന്നതും നല്ല മെയിൻ റോഡും സ്ഥലത്തിന് തന്നെ നല്ല വിലയുള്ള ഏരിയയാണ് ഇവിടെ. ഇതിൽ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.5 സെന്റാണ്. 4.5 സെന്റ് സ്ഥലത്താണ് നമുക്ക് ഈ 2 നില വീട് ഉള്ളത്. മാത്രമല്ല ഫ്രണ്ടിൽ 1-2 കട റൂം നിങ്ങൾക്ക് പണിത് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ പറ്റിയ ഏരിയ. ഇതിന്റെ വില ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. കാരണം എന്താ അറിയോ, നമ്മൾ ഈ വില ആദ്യം പറയുകയാണ്. കാരണം ഇതൊക്കെ ഫൈനൽ വിലകളാണ് പറയുന്നത്. ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. മാത്രമല്ല ഓണറുടെ നമ്പറാണ് നമ്മൾ നോക്കുന്നത്. ഓണറുടെ നമ്പർ നോക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് ഒരു ഗുണം അറിയോ, നേരിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. പക്ഷെ സംസാരിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മളൊരു കമ്മീഷക്കാരനാണ്. അതുകൊണ്ട് ആ 1% നിങ്ങൾ വാങ്ങുന്ന ഹബീബിങ്ങൾ മറക്കരുത്. കാരണം നമ്മൾ ആര് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അറിയും. കാരണം എന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഇതേ വരുമ്പോൾ കൊടുത്തുണോ ഇല്ലെന്നൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ടത് നമ്മുടെ എൻക്വയറി കൂടി വരികയാണ്. അപ്പൊ അയ്യോ നമ്മളെ ചതിച്ചിട്ട് വാങ്ങരുത്. നാളെ മേലൊക്കെ നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കണം. ഒരു മറ്റുള്ള രൂപത്തിൽ നമ്മളെ സംസാര രീതി വരാൻ പാടില്ല. അതുകൊണ്ടാണ് എന്റെ ഹബീബിങ്ങളോട് ആദ്യമായിട്ട് പറയുന്നത്. ഒരുപാട് അമളി നമുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊക്കെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യങ്ങൾ ചെയ്യുക. അപ്പൊ എന്റെ ഹബീബിങ്ങൾ, പ്രത്യേകിച്ച് ഈ റോഡ് സൈഡിലുള്ള മുതലൊക്കെ നമ്മൾ കറക്റ്റ് വ്യൂ പറഞ്ഞു തരാം. നിങ്ങൾ വന്നോളി, വാങ്ങിക്കോളി. കാരണം അതിനുള്ള വിലയുള്ളൂ നമ്മുടെ ചാനലിൽ. നമ്മൾ ഇടക്കിടക്ക് വരുന്ന സ്ഥലം കൂടിയാണ്. കാരണം ചെർപ്പളശ്ശേരി എന്ന് പറഞ്ഞാൽ ഒരു 10-22 കിലോമീറ്റർ, 25 കിലോമീറ്ററിന്റെ ഉള്ളിലേ ഉള്ളൂ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഹബീബിങ്ങൾ ഉണ്ടാവും, എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഹബീബിങ്ങൾ ഉണ്ടാവും. ഓലൊന്ന് ഷെയർ ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ള ഗ്രൂപ്പുകൾ എത്തിക്കണം. ഇത് വിൽക്കൽ അർജന്റ് ആയതുകൊണ്ടാണ് 36 ലക്ഷം രൂപ. അല്ലെങ്കിൽ ഇതിന്റെ വില ഇതല്ല. ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ വില ഇതല്ല. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, ഇതൊക്കെ വളരെ ചുരുക്കിയിട്ട് നിങ്ങളുടെ കൺമുന്നിലേക്ക് എത്തിച്ചു തരുമ്പോൾ നിങ്ങൾ എന്നെ വഞ്ചിക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പൊ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, എല്ലാ സൗകര്യം ഉണ്ട്. റെയിൽവേ സ്റ്റേഷന്റെ എല്ലാ സൗകര്യം A to Z വരെ കേട്ടോ, A to Z വരെ എല്ലാം ഉണ്ട്, അതിലെല്ലാം ഉൾപ്പെട്ടു. അപ്പൊ ഇൻഷാ അല്ലാഹ്, കാരണം ഒരുപാട് സ്കൂളുകളുണ്ട്, പള്ളിയുണ്ട്, മദ്രസ ഉണ്ട്, അമ്പലമുണ്ട്. എല്ലാ ചെറുത്തിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്റെ ചാനൽ കാണുന്ന ഓരോരുത്തർ ഹബീബിങ്ങളും പറയാനുള്ളത്, ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും കുല്ലക്കും മഹസ്സലാമ.